ഇനിയെങ്കിലും ഇയാൾ ഈ തന്തയ്ക്ക് പറക്കായ്മ അല്ലെങ്കിൽ ഈ തന്തയില്ലായ്മ ഇവിടെ കാണിക്കാൻ പാടില്ല. അയാൾ ഇപ്പോൾ തന്നെ ബലിക്കാക്കി വരെ കൊതിപ്പിച്ചു കിടക്കുകയാണ്. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. അതാർക്കും കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന പുരസ്കാരം എനിക്കത് വേണ്ട, ഞാനത് വാങ്ങില്ല എന്ന് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മാത്രം മുൻപ് അങ്ങേയറ്റ പുച്ഛത്തിൽ താറ്റി അധിക്ഷേപിച്ച അതേ വെള്ളാപ്പള്ളി അതേ പുരസ്കാരം ഇന്നലെ രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങിയതാണ്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. VS കിടപ്പിലായതോടെ പോരാട്ടവും കിടപ്പിലായതാണ്. അറപ്പില്ലാത്ത പച്ചവർഗീയത, മുസ്ലിം ക്രൈസ്തവ വിരുദ്ധ വർത്താനങ്ങളിൽ ആറാടിയ നേതാവിനെ VSനെ മറന്ന VSന്റെ പാർട്ടി, ആ പാർട്ടിയുടെ സർക്കാർ ആഘോഷമാക്കി ഒന്നാം നമ്പർ കാറിൽ എഴുന്നള്ളിച്ച രാഷ്ട്രീയ നെറുകേടിന്റെ വർഷങ്ങൾ പരാജയത്തിൽ തീരുന്നതല്ല. ശ്രീ ഭദ്രാനന്ദ, ഇവിടെ നമ്മൾ മരണശേഷം മരിച്ചയാളെ അധിക്ഷേപിക്കുകയാണ്. ഇപ്പം മരണശേഷം മരിച്ചയാളെ ഈ എന്താണ് ബഹുമാനിച്ചില്ലെങ്കിലും അധിക്ഷേപിക്കാതിരിക്കൽ എന്നുള്ളതാണല്ലോ മനുഷ്യാന്തസ്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. കള്ളൻ, കൊള്ളക്കാരൻ, മോഷ്ടാവ്, സ്ത്രീലമ്പടൻ, അദ്ദേഹത്തിന്റെ ഭാര്യ താഴെ കടയിലിരിക്കുമ്പോൾ ഈ മര്യാദകേടുകൾ മുകളിൽ മൈക്കെട്ടി പ്രസംഗിക്കുക പറഞ്ഞിട്ടില്ല. ഒന്നാം തരം ധാർഷ്ട്യമാണ്. ആ ധാർഷ്ട്യം വരുന്നത് എങ്ങനെയാണ് ശ്രീ ഭദ്രാനന്ദ? കേന്ദ്രത്തിൽ പിടിയുണ്ട്, കേരളത്തിൽ ഏത് ഭരണം ആര് മാറിയാലും ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന ധൈര്യമാണ്. ആ ധൈര്യം അവസാനിപ്പിക്കണം. വെള്ളാപ്പള്ളിയുടെ ധാർഷ്ട്യമല്ലേ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ വെള്ളാപ്പള്ളി ആരാണ്? അയാൾക്ക് എന്ത് യോഗ്യതയാണ് ശ്രീനാരായണീയരുടെ കാര്യത്തിൽ ഇടപെടാൻ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അയാൾ SNDPയിൽ നുഴഞ്ഞു കയറിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് എനിക്കറിയാം. അയാൾക്കെതിരെ ആരും ചോദിക്കാനും സംസാരിക്കാനും ഇല്ല എന്നുള്ള ഹുങ്കാണ്. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? പ്രത്യേകിച്ച് നമ്മുടെ ശാശ്വതികാനന്ദ സ്വാമിയുടെ അവിടെ തെണ്ടി നടന്നിട്ട് എരന്ന് പിടിച്ച് മേടിച്ചിട്ടുള്ള ഒരു പൊസിഷനാണ്. പണ്ട് ലാംബെട്ര സ്കൂട്ടറിൽ തെണ്ടി നടന്നുകൊണ്ട് ഗൗരിയമ്മയുടെ അടുത്ത് ഒരു ഷാപ്പ് തരുമോ എന്ന് ചോദിച്ച ഈ എരപ്പാളി ഇങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അയാൾ എരപ്പാളിത്തരമാണ് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ അങ്ങനെ തന്നെ പറയും. ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത് അതാണ് ഈ പറയുന്നത്. ഞാൻ പല ഭാഷകളും മലയാളികൾ ആഗ്രഹിക്കുന്നത്, കേരള സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല ഭാഷകളും പറയാൻ ഞാൻ ആക്ച്വലി അതിന് മുതിരേണ്ടതാണ്. പക്ഷെ ഞാനത് പറയുന്നില്ല. കാരണം അത്രയും മാന്യരായിട്ടുള്ളവർ കാണുന്ന ഒരു ചാനലാണിത്. നിങ്ങളെപ്പോലുള്ളവരടുത്ത് ഇയാളുടെ ഭാഷയിൽ പറയാൻ അറിയില്ല. അയാൾ ശ്രീലമ്പടൻ എന്ന് പറഞ്ഞു. ഇയാളുടെ മകൻ ആ തുഷാർ വെള്ളാപ്പള്ളി, അയാൾ ശ്രീലമ്പടൻ അല്ലേ? തുഷാർ വെള്ളാപ്പള്ളിയെ പറ്റി ഇയാൾ പറഞ്ഞിരിക്കുന്ന ഭാഷ എന്തായിരുന്നു? എനിക്കറിയാം വ്യക്തമായിട്ട് എനിക്കറിയാം, നാട്ടുകാർക്കറിയാം, ഈ മരിച്ചുപോയ മഹേഷിനർക്കും അറിയാം. അദ്ദേഹത്തിന്റെ എന്താണ് തേഞ്ഞു തീർന്നതെന്ന് ഇയാൾ പറഞ്ഞ വാക്കാണ്, സ്വന്തം അച്ഛൻ പറഞ്ഞ വാക്കാണ്. പിന്നെ നരേന്ദ്രമോദി അമിത്ഷയുടെയും പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഹുങ്ക് കാണിക്കരുത്. ഇയാളുടെ മുട്ടുകാല് തല്ലി ഓടിക്കാൻ കേരളത്തിലെ ഈഴവർക്ക് കഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പ്രായം 90 കഴിഞ്ഞു. ആ പ്രായത്തെ ബഹുമാനിക്കുകയാണ്. ഇനിയെങ്കിലും ഇയാൾ ഈ തന്തയ്ക്ക് പറക്കായ്മ അല്ലെങ്കിൽ ഈ തന്തയില്ലായ്മ ഇവിടെ കാണിക്കാൻ പാടില്ല. അയാൾ ഇപ്പോൾ തന്നെ ബലിക്കാക്കി വരെ കൊതിപ്പിച്ചു കിടക്കുകയാണ്. ശ്രീനാരായണ ഗുരു എന്താണോ പറഞ്ഞത് ഘടകവിരുദ്ധമായിട്ടാണ് ഇയാൾ ഹാഷ്മിജി. You just forget about the Swami or the sannyasi part of Bhadranand. But if you are dealing with these anti-nationals, if you are dealing with these criminals, നമ്മൾ ആ രീതിയിൽ തന്നെ ആവണം. ക്രൂരത കൊണ്ട് മാത്രമേ നേരിടാൻ പാടുള്ളൂ. ഇരുമ്പിനെ ഇരുമ്പുകൊണ്ട് മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. ഇന്നലെ ഞാൻ ഇയാളുടെ നാട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇയാളുടെ നാട്ടിൽ വന്ന് അയാൾ കരിച്ചു കളയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ഇയാൾക്കും ഇയാളുടെ ഗുണ്ടകൾക്കും ഇയാളുടെ മോനും ഇവരൊക്കെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇത് ഞാൻ ഇപ്പോഴും കൊച്ചി തന്നെയുണ്ട്. ഇന്നലെ ഞാൻ അവിടെ SP അടുത്ത് വന്ന് ഞാൻ ചോദിച്ചു, നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. 124 ക്രിമിനൽ കേസിലെ പ്രതിയായ ഇയാൾ മഹേഷിന്റെ കേസിൽ ഇയാളും ഇയാളുടെ മകനും അശോകനും പ്രതിയായിട്ടുള്ള കേസിൽ FIR ഇട്ടിട്ടുണ്ട്. ഇവരുടെ പേരിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടോ? എവിടെ പോണു? വെള്ളം കുടിക്കും. ചോദ്യം ചെയ്തിട്ട് ആണെങ്കിൽ ഓക്കെ. ഇതൊന്നും ചെയ്യാതെയാണ് ഇവരെ പിടിച്ച് ഈ പുരസ്കാരം കൊടുത്തു. രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം പത്മഭൂഷൺ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഈ 124 ക്രിമിനൽ കേസിൽ പ്രതിയായ ഇയാൾക്കെതിരെ എങ്ങനെയാണ് ഇവിടുത്തെ സർക്കാർ, ഇടതും വലതുമായിട്ടുള്ള സർക്കാർ, എന്തിന്റെ ബേസിലാണ് ഇയാൾക്ക് ഈ സാങ്ഷൻ കൊടുത്തത്? എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആരാണ് ഈ നരേന്ദ്രമോദി? ഞാനും ബഹുമാനിക്കുന്നതാണ്. ബിക്കോസ് ഐ എം ഓൾസോ എ സ്വയം സേവക്.
ഞാൻ ഇവിടുത്തെ സംഖ്യയല്ല, ഞാൻ യഥാർത്ഥ സ്വയം സേവക്കാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇവിടുത്തെ BJP-യിലുള്ള അങ്കിൾ ബൺ ആയിട്ടുള്ള ആ രാജീവ് ചന്ദ്രശേഖറും അതുപോലുള്ള ബാക്കിയുള്ളവരും ഈ പറയുന്ന ഈ പിമ്പായിട്ടുള്ള ഇയാളുടെ മകനെ, ഈ മകന്റെ സേവനവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇതൊരു നടത്തു പോണ മാതിരില്ല. ഈ ഇവരുടെ നിന്ന് കൈപ്പറ്റിയിട്ട് ഇതുപോലുള്ള ഒരു തേർഡ് റേറ്റ് ക്രിമിനലിനെ ഇവിടെ ഈ പരമോന്നതമായിട്ടുള്ള ഈ പറയുന്ന പത്മ അവാർഡ് മേടിക്കുകയാണെങ്കിൽ അതിന്റെ മഹത്വം എന്താണ്? ഞാനൊന്ന് കിടക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവന് ഇത് കിട്ടിയോ? അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ സച്ചിദാനന്ദ സ്വാമിക്ക് ഇത് കിട്ടിയോ? അല്ലെങ്കിൽ എത്രയോ മഹത്തരമായിട്ടുള്ള ആൾക്കാരുണ്ട്. മമ്മൂട്ടിയെ പോലും അപമാനിക്കുന്ന വിധത്തിലല്ലേ ഈ നാറയ്ക്ക് പിടിച്ച് ഈ അവാർഡ് കൊടുത്തോണ്ട് ഇത് കിട്ടിയത്? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അങ്ങേക്ക് എനിക്കാണെങ്കിലും അതിപ്പോ അത് കിട്ടുന്ന ആർക്കാണെങ്കിലും അത് രാജ്യം കൊടുക്കുന്ന മഹാപുരസ്കാരമാണ്. ആ പുരസ്കാരത്തെ പോലും ഇദ്ദേഹം അവമാനിച്ചു. എങ്ങനെയാണ് കാശ് കൊടുത്ത് ആർക്കും കിട്ടുന്നതാണ്? എനിക്ക് ഞാൻ മേടിക്കുന്നത് പറഞ്ഞ ആളാണ് നേരത്തെ. അതൊന്നും എനിക്കറിയാൻ മേല. ഹാഷ്മിജി, ഇത് രാജ്യം കൊടുത്തതല്ല, ഇത് ഇവിടുത്തെ BJP-യിലെ എംബോക്കികൾ കൊടുത്ത അവാർഡാണ്. അവർ വിചാരിക്കുന്നത് ഈ പറയുന്ന ഒരു കുലംകുത്തി, ഒരു പരനാറി, ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഐ ക്യാൻ യൂസ് ദാറ്റ് ടേം. ഈ കുലംകുത്തി, ഈ പരനാറി ഈ കസാരയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇയാളോട് ഇത്രയും ദേഷ്യം വരാൻ കാര്യം, ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് 5000 രൂപ ക്യാപിറ്റേഷൻ കൊടുക്കാൻ വകയില്ലാത്തോണ്ട് നിന്റെ അമ്മയുടെ പണി എന്താണെന്ന് ചോദിച്ചു ഇയാൾ. എന്താ ഉറക്കം വരുന്നു? അപ്പൊ പറഞ്ഞു തൊണ്ട് ചെത്തുകയാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ നീ നിന്റെ അമ്മയുടെ പണി ചെയ്യുന്ന പറഞ്ഞു. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. അന്ന് വെച്ച് കെട്ടിയതാണ് ഇയാളോടുള്ള എൻ്റെ ഒരു സൗഹൃദം. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. ഈഴവനായിട്ടുള്ള ഞാൻ ഒരിക്കലും ഈ ജാതി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ജാതി ചോദിക്കരുത് പറയരുതെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആ ചിത്രത്തിന്റെ താഴെ ഇരുന്നുകൊണ്ട് ജാതിയും വർഗീയതയും പറഞ്ഞു നടക്കുന്ന ഇയാൾക്ക് എന്താണ് ഗുരുധർമ്മത്തെ പറ്റി അറിയാം? സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഇവർക്കൊക്കെ പവറാണ് വേണ്ടത്. ഞാൻ വീണ്ടും പറയാണ് ഹാഷ്മിജി, ഇയാളെ ഒരു കാരണവശാലും കേരളത്തിലെ ഇടതനോ വലതനോ BJP-യോ അംഗീകരിക്കാൻ പാടില്ല. ഇയാൾക്ക് ഒരു തരത്തിലുള്ള സ്പിരിച്വൽ ക്വാളിറ്റി ഇല്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതിനേക്കാളും വൃത്തികെട്ടവനാണ് ഇയാളുടെ മകൻ. ഇത് നരേന്ദ്രമോദി അല്ല, ഇത് അമിത്ഷാജി അല്ല. ആരാണെങ്കിലും ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യും. ഇപ്പൊ ഒരു 50 കിലോ ഉള്ള ഒരു സാധനം അവിടെ കൊണ്ടുവച്ചു. കറുത്ത പൂച്ച, കറുത്ത കാക്ക, കറുത്ത പശു, കറുത്ത എല്ലാ ജീവികളെയും കൊന്ന് ആഭിചാരം ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇയാൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോകുന്നു. ഇപ്പൊ നരേന്ദ്രമോദിക്ക് കൊണ്ടുകൊടുത്ത ആ കറുത്ത വിഗ്രഹത്തിൽ എന്തുമാത്രം നെഗറ്റീവ് എനർജീസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. നരേന്ദ്രമോദിയുടെ കട്ട പുകയാണ് വരാൻ പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.